വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ എൽസ. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഭയാരണ്യത്താണ്. അഭയാരണ്യം എന്ന് പറഞ്ഞാൽ കോടനാട്, എറണാകുളം ജില്ലയിലാണ്. കോടനാടാണ് അഭയാരണ്യം. ഇവിടെ ആനക്കളരി, അതുപോലെ തന്നെ ഒരു മിനി സൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാണ്. നമുക്ക് ഒരുമിച്ച് കാണാം ആനകളുടെ കാഴ്ചകളും പിന്നെ മറ്റ് ഉള്ളിൽ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. ഒരുമിച്ച് നമ്മൾ കാണുമല്ലേ? ഇപ്പോൾ ഇത് കപ്രിക്കാട് മിനി സൂ. അവിടെ നമുക്ക് കുറേ മാനുകളുണ്ട്, മ്ലാവുണ്ട്. ഇരുവശങ്ങളിലുമായിട്ട് ഇട്ടേക്കുവാണ്. കുറച്ച് സ്ഥലങ്ങളിൽ ഒരു കെട്ടി മറിച്ച് അവിടെ മ്ലാവും മാനൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വെയിലായി പോയതുകൊണ്ട് വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുങ്ങളൊക്കെ അവിടെ അറ്റത്ത് മാറി വിശ്രമിക്കുവാണ് കേട്ടോ. ഡോട്ടഡ് ഡിയറും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഡോട്ടഡ് ഡിയറും വിശ്രമിക്കുവാണ്. ഇവിടെ പിടിയാനകളെയൊക്കെ അവർ നിർത്തിയേക്കുവാണ്. അപ്പം ആ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സീനാട്ടോ. ഇവർ ഏതെങ്കിലും ഓരോരുത്തരായിട്ട് കുളിക്കാൻ പോവാണ്. അവർ തുള്ളിച്ചാടി പോവാണ്. വരുവോ? ഇതിന്റെ പേര് ചേട്ടാ? ആ, ഇതാണ് അഞ്ജന അല്ലേ? പാപ്പാനെ നോക്കിപ്പോക്കോ. ചേട്ടാ കുളിപ്പിക്കാൻ പോണേ എങ്ങോട്ടാ? കുളിപ്പിക്കാട്ട് അങ്ങോട്ട്. അപ്പോൾ ഒരു ആനോട് വരാണ്ടെന്ന് പറഞ്ഞു. എന്താണ് അങ്ങോട്ടേക്ക് ഒരു ആനോട് വരാണ്ടെന്ന് പറഞ്ഞു? വരുമല്ലേ? നമ്മളിപ്പോൾ ആനകളുടെ കടവിലേക്ക് പോവാണ്. നമ്മുടെ അഞ്ജന അങ്ങോട്ട് കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് പോയിട്ട് അഞ്ജനയുടെ കുളിസിയും കാണുക എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരു ആന കുളിക്കണ കാണാൻ പോണത്. അപ്പം നമുക്ക് വേഗം പോയി അഞ്ജനയുടെ കുളിസിയും കാണാം. ദേ ഇന്ന് നമ്മുടെ ഇവിടെ കുട്ടി ഹായ് പറ. ഹായ് പറ. ഹായ് പറ. ആ ഇത് എഡിസൺ, ഞങ്ങളുടെ കസിൻ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് അഞ്ജനയുടെ കുളി കാണാൻ പോകുന്നത്. കടവെത്തി. നമ്മളിപ്പോൾ അഞ്ജനയൊക്കെ കുളിക്കുന്ന കുളക്കടവിലെത്തിയിട്ടുണ്ട്. കുളക്കടവല്ല, പുഴയാണ്. പുഴക്കടവ്. കുളക്കടവ് ആന വിളിക്കുന്നത്. അപ്പം പുഴക്കടവിലെത്തി നിൽക്കുവാണ്. നമ്മളെക്കാൾ മുമ്പ് പോകുന്നതാണ് അഞ്ജന. പക്ഷെ പുള്ളിക്കാരി ഇവിടെ എത്തിയിട്ടില്ല. അവർ കുറച്ച് സമയം പിടിക്കും. ഫുഡൊന്ന് കഴിക്കാൻ പോയേക്കാണ് അപ്പന്മാർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അഞ്ജനയും കൂട്ടി ഇവിടെ വരും. നമ്മൾ കാത്തു നിന്ന് അഞ്ജനയുടെ കുളി കണ്ടിട്ടേ നമ്മൾ പീലാണ്ടിനെ കാണാൻ പോകണുള്ളൂ. അപ്പം എല്ലാ ദിവസവും അഞ്ജനനെ കുളിപ്പിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ വിചാരിച്ചു ഇവർ എല്ലാ ദിവസവും അങ്ങനെ കുളിപ്പിക്കണേ ചിലപ്പം ഒന്നിടവിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, ഡെയിലി കൊണ്ടൊന്ന് കുളിപ്പിക്കും. നല്ല കുട്ടിയായിട്ട് ഇപ്പോൾ കിടന്നു കൊടുക്കുകയാണ്. ഇന്ന് നമ്മുടെ അഞ്ജനയുടെ കുളിപ്പിക്കാനായിട്ട് ഭയങ്കര ക്രൗഡ് ഉണ്ട് കേട്ടോ. ഇത് നോക്കി എത്ര പേരാണ് വന്ന് നിൽക്കണത്. ഇന്ന് രാവിലെ തന്നെ ഇവിടെ നല്ല ആളുകളുണ്ട്. നിറയെ ആളുകൾ വളരെ കൗതുകത്തോടുകൂടി കണ്ടു നിൽക്കുകയാണ്. ആനനെ കാണാൻ വന്നിട്ട് കുഴിയാനനെ പിടിച്ച് കളിക്കുന്ന ഡോർഫിനെ കണ്ട. ഇതേ ഇവിടെ നമ്മൾ കുഴിയാനനെ കാണാത്തോണ്ട് ഇതാണ് കുഴിയാന. അപ്പോൾ ഇവിടെ നമ്മുടെ കോടനാട് അഭയാരണ്യത്തിൽ ആനകൾക്ക് മാത്രമല്ല അഭയമുള്ളത്, കുഴിയാനകൾക്കും അഭയമുണ്ട്. ഇതാണ് കുഴിയാന. കാണാമോ? നമ്മുടെ അഞ്ജനയുടെ കുളി ഇവിടെ തുടരുവാണ്. 11 മണിയെങ്കിലും ആവും അഞ്ജന കുളിച്ച് കഴിയാൻ. അപ്പോൾ നമുക്ക് മറ്റ് ആനകളെ കാണാനും ഇവിടുത്തെ മറ്റ് കാഴ്ചകൾ കാണാനും വേണ്ടി പോവാം. നമ്മളങ്ങോട്ട് നടക്കുവാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. മാറിക്കോട്ടെ. ഈ ആനയുടെ പേരെന്താ ഏട്ടാ? ആശ. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഏറുമാടുണ്ടേ. കാണാവോ?
അപ്പം കഴിഞ്ഞ തവണ ഞങ്ങൾ ഇതൊരു 4 വർഷം മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. അന്നേരം ഇതിൻ്റെ മുകളിൽ കയറിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ ഏർമാടത്തിൻ്റെ താഴെ വന്ന് നിന്നിട്ട് മുകളിൽ കാണുന്ന ഏർമാടം കണ്ടോ. പീലാണ്ടിയെ കാണാൻ നമ്മൾ വന്നിട്ട് ഇതൊരു പീലാണ്ടിയെ കണ്ടില്ല. ഇവരിവിടെ 4 പെണ്ണുങ്ങൾ ഇങ്ങനെ നിരന്ന് നിന്ന് വെച്ചാൽ എൻ്റെ ചന്തം കണ്ട് നമ്മൾ മതി മറന്നങ്ങോട്ട് നിന്നുപോയി. പിന്നാലെ പോവാം നമുക്ക്. ചന്ദ്രു 41, അതായത് മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തി വന്നിരുന്ന എന്നെ 35/2017 വനം വകുപ്പ് പിടികൂടി താൽക്കാലിക കൂട്ടിലടക്കുകയായിരുന്നു. പാവം ചന്ദ്രു. ആദിവാസികൾക്കിടയിൽ പീലാണ്ടി എന്ന് വിളിപ്പേരുള്ള എന്നെ കണ്ട് ഭയം നോടിയും അപ്രതീക്ഷിതമായും സംഭവിച്ച മരണങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ചന്ദ്രു എന്ന വിളിപ്പേര് എനിക്കിഷ്ടമാണ്. കരിമ്പും പുല്ലും പ്ലാവിലയും അവലും ഈന്തപ്പഴവും തണ്ണിമത്തനും അപ്പോൾ ഇഷ്ടമല്ലാത്തതായിട്ടൊന്നുമില്ല. എൻ്റെ ഇഷ്ട വിഭവങ്ങളാണ്. ഞാനും ക്യാമ്പിലെ കൂട്ടുകാരെ പോലെ ആകാൻ ശ്രമിക്കുന്നു. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ ചന്ദ്രു എന്ന പീലാണ്ടിയാണ്. പീലാണ്ടി ചന്ദ്രു, അവനാണ് നമ്മളുടെ താരം. നമുക്ക് പോയി കാണാം, അവൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ കുളി കഴിഞ്ഞോ ഭക്ഷണം കഴിഞ്ഞോ എന്നൊക്കെ നമുക്ക് അവിടെ ചെന്നറിയാം. അവൻ ഏറ്റവും അറ്റത്താണ് കെട്ടിയിട്ടിരിക്കുന്നത്. കൂട്ടിലാണ്. അവൻ ചട്ടങ്ങളൊക്കെ പഠിച്ച് നല്ല കുട്ടിയായി വരുന്നേ ഉള്ളെന്നാണ് അറിവ്. ഇത് ആശ പീലാണ്ടിക്കുള്ള ഫുഡായിട്ട് പോവാണ്. പൗലോസ് ചേട്ടൻ എത്ര ആളെ ഇവിടെ? 1 വർഷമായുള്ളൂ. അപ്പൊ ഇവനാണ് ഹരിപ്രസാദ് അല്ലേ? ഇവനെങ്ങനെയാ, ശല്യക്കാരനാണോ? നല്ല കുട്ടിയാ അല്ലേ? ആടിയൊക്കെ നിൽക്കുന്നുണ്ട്. ചെറിയൊരു ആരംഭം വന്നിട്ട് ആണല്ലേ? മതപ്പാട് വരുമ്പോ നമ്മളിങ്ങനെ മാറ്റി നിർത്തുവനെ. എത്ര നാളുണ്ടാവും മതപ്പാടൊക്കെ? ചിലപ്പോൾ ആരോഗ്യം വല്ല 3 മാസം 2 മാസം ചിലപ്പോൾ 6 മാസമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആണോ? എന്നുവെച്ചാൽ ആരോഗ്യം കൂടുമ്പോഴാണോ? ആരോഗ്യം കൂടുമ്പോൾ അതനുസരിച്ച് മതപ്പാടിന്റെ സമയം കൂടും. ഓ അങ്ങനെ ആരോഗ്യം കുറവണി മതപ്പാട് കുറയും. കേടുപാട് ഉള്ളിൽ കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞു വരും. കേടുപാടുകളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കൂടി പ്രായത്തിനനുസരിച്ചും മതപ്പാടിന്റെ സമയം കൂടും അല്ലേ? ചേട്ടൻ്റെ വീട് എവിടെയാ? മഞ്ഞപ്പുറയാണോ? ഇത് സുനിതയാട്ടോ. സുനിത ഇവിടെ മരത്തെ ചാരിയൊന്ന് ഉറങ്ങുമായിരുന്നു. ഞാനിവിടെ വന്ന് സുനിത എന്ന് വിളിച്ചപ്പോൾ ആള് ഉണർന്നു. അപ്പോൾ നോക്കണ്ട്. എന്നാലും പകലിങ്ങനെ കുറച്ച് ഉറങ്ങാറുണ്ടെന്ന് സുനിത. ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആനയാണ് സുനിത. 48 എന്ന് പറയുന്നു. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഉണ്ടാവുമെന്നാണ് പാപ്പാൻ പറയണേ. നമ്മുടെ പുറകിലുള്ള ആളാണ് സാക്ഷാൽ പീലാണ്ടി എന്ന ചന്ദ്രു. പീലാണ്ടി ചന്ദ്രു. അപ്പം പീലാണ്ടി അവിടെ നല്ല കുട്ടിയാട്ടോ. എല്ലാവരും പറയുന്ന പോലെ അത്രക്ക് മോശക്കാരനൊന്നും അല്ല. 9 പേരുടെ ജീവൻ അവൻ എടുത്തു എന്ന് പറഞ്ഞാൽ അവനായിട്ട് അങ്ങ് എടുത്തോന്നും അല്ല. അവനെ കണ്ട് പേടിച്ചോടിയും അങ്ങനെയൊക്കെ അപകടപ്പെട്ട് വന്ന മരണങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പം അവനാണ് നിൽക്കുന്നത്. അപ്പം അതാണ് നമ്മുടെ പീലാണ്ടി. അപ്പോൾ പീലാണ്ടി ഇപ്പോൾ ഇവിടെ വന്ന് അവിടെ നിന്ന് ആ കാണുന്ന യൂക്കാലിപ്സിൻ്റെ മരം വെച്ചുണ്ടാക്കിയ കൂട്ടിലായിരുന്നു അവൻ കുറച്ച് നാൾ. അതായത് 1 വർഷവും 15 ദിവസവും അവൻ ആ കൂട്ടിനകത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് അവൻ നല്ല കുട്ടിയായി. അവനെ പുറത്തേക്ക് ഇറക്കി. ഇപ്പോൾ അവന് അവിടെ പുതുതായിട്ടൊരു ആനയുടെ കൂടെ എന്നാണ് അവനെ പറയണേ. അപ്പോൾ അതൊക്കെ പണിത് അവിടെ നിർത്തിയേക്കുവാണ്. അവൻ അവിടെ തന്നെ നിർത്തിയേ പക്ഷെ കുളിപ്പിക്കുകയുള്ളൂ. നോക്കുന്നവർക്ക് അവൻ അത്ര മെരുങ്ങി കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ കുഴപ്പമില്ലെന്നാണ് എന്നാലും പറഞ്ഞു കേട്ടത്. ഇന്ന് അതിൻ്റെ മെയിനായിട്ടുള്ള പാപ്പാനില്ല, പുള്ളിക്കാരൻ ലീവാണ്. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാമായിരുന്നു അവനെക്കുറിച്ച്. അപ്പോൾ അവനെക്കുറിച്ച് കിട്ടിയിട്ടുള്ള അറിവെന്ന് പറഞ്ഞാൽ ഇവൻ സാമ്പാർ കോട്ട എന്ന് പറയുന്നത് നമ്മുടെ അട്ടപ്പാടി എന്ന് പറയുമ്പോൾ പാലക്കാട് മണ്ണാർക്കാട് ഡിവിഷനിൽപ്പെട്ട ആ വനമേഖലയിലാണ് ഇവൻ ഉണ്ടായത്. അവിടെ സാമ്പാർ കോട്ടയെന്ന് പറയുന്ന ആദിവാസി കുടിയിലുള്ള അവരുടെ ദൈവമാണ് അവൻ. കണ്ട ദൈവമാണ് നമ്മുടെ പീലാണ്ടി. പക്ഷേ അവൻ ഒരേ സമയം ആ ദൈവമാണ് എന്ന് പറയുന്ന പോലെ തന്നെ അവനൊരു വില്ലൻ പരിവേഷവും ഈ 9 പേരുടെ മരണം കൊണ്ട് ഉണ്ടായിപ്പോയി. എന്നാലും ഈ സാമ്പാർ കോട്ടയിലെ ആദിവാസികൾ ഇപ്പോഴും അവൻ്റെ ഒരു മൺപ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അവനെ ആരാധിച്ചു പോരുവാണ്. ഇവനിവിടെ കൊണ്ടുവന്ന ശേഷം ഒരു 60 പേരോളം അടങ്ങിയ ഒരു സംഘം ഒരു ടൂറിസ്റ്റ് ബസ്സിനൊക്കെ ഇവിടെ വന്നു. ഇവന് ഇഷ്ടപ്പെട്ട ശർക്കരയും പഴവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവനെ കാഴ്ച പോലെ കൊണ്ടുവന്ന് അവരുടെ ദൈവങ്ങൾക്കുള്ള കാഴ്ചയായിട്ട് ഇവിടെ കൊടുത്തു. പലരും ഇവിടെ നിന്ന് കരയായിരുന്നു അത്രേ. സത്യം പറയാമല്ലോ, ഇവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഇവനോട് ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ. അവനോട് നിൽക്കുവാണ്. മറ്റു പിടിയാനകളൊക്കെ അവനുള്ള ഫുഡൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. കുളി കഴിഞ്ഞിട്ട് ഇവനുള്ള ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് പോകുന്നത്. ഇവനെ ഇവിടെ നിർത്തി തന്നെ കുളിപ്പിക്കും. ഫുഡൊക്കെ അവിടെ തന്നെ ഇടയ്ക്ക് അവനെ മാറ്റി കെട്ടാറെന്ന് തോന്നുന്നു. ഇപ്പോൾ പാപ്പാനൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പം അതൊക്കെയാണ് പീലാണ്ടി. പിന്നെ പീലാണ്ടിയെക്കുറിച്ചുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവനെ ദൈവമായിട്ട് കാണാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ
ഇവൻ ഇവരുടെ ഈ കൃഷിസ്ഥലങ്ങളിൽ കയറും. കൃഷിസ്ഥലങ്ങളിൽ കയറി കഴിഞ്ഞാൽ സാധാരണ ആന കരിമ്പിൻതോട്ടത്തിൽ കയറിയ പോലെ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കൃഷിയൊക്കെ ചവിട്ടി മെതിച്ച് നശിപ്പിച്ചിടാതെ അവിടെ നിന്നുള്ള ഫലങ്ങൾ അവനെടുത്ത് കഴിച്ചിട്ട് പോകും. പക്ഷെ അടുത്ത വർഷം അവർക്ക് ഭയങ്കര വിളവെടുപ്പായിരിക്കും എന്നാണ് പറയുന്നത്. അവരുടെ വിശ്വാസം അതാണ്, അവരുടെ അനുഭവത്തിൽ നിന്നാണ് അവരങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവർക്ക് ദൈവമാണ്. ഒരു കൊലകൊല്ലി എന്ന് പറഞ്ഞ ആനയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊലകൊല്ലി മരിച്ചതിന് ശേഷമാണ് അവന് ആ ഒരു ദൈവം എന്നുള്ള പരിവേഷം കിട്ടിയതെങ്കിൽ നമ്മുടെ പീലാണ്ടി ഇപ്പോൾ അവർക്ക് ജീവിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു പരിവേഷമുള്ളത്. അപ്പോൾ ഈ പീലാണ്ടിയെ തന്നെ പറയുകയാണെങ്കിൽ പീലാണ്ടിയെ ഭയങ്കര ഒരു ദുഷ്ട കഥാപാത്രമായിട്ട് ചിത്രീകരിക്കുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, പീലാണ്ടി ഈ കൃഷിയിടത്തിൽ കയറിയാലും ഇപ്പോൾ ഇവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു, ഒരു കുടുംബത്തോട് അവിടെ നിന്ന് വന്നൊരു കുടുംബം പറഞ്ഞതാണത്രേ, ഇവൻ അവരുടെ കൃഷിയിടത്തിൽ കയറി അത് തിന്നുന്നൊരു വീഡിയോ ഇവിടെ കാണിച്ചു കൊടുത്തു എന്ന് കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഇവൻ ആ വാഴ എടുത്തിട്ട് ആ വാഴയിലെ കൊല ഒടിച്ച് അവരുടെ ഉമ്മറത്ത് വെച്ചിട്ട് അവൻ ആ ബാക്കി ഭാഗങ്ങളാണ് കഴിക്കുന്നതെന്ന്. അപ്പം ഒരു മനുഷ്യനില്ലാത്ത നന്മകളൊക്കെ ഉള്ള ജീവിയാണ് ആന. അല്ലെങ്കിൽ നമുക്ക് ആനകളോട് എല്ലാവർക്കും പ്രിയമാണല്ലോ, അത്രയ്ക്ക് ബുദ്ധിയും സ്നേഹവും ഒക്കെ ഉള്ളൊരു ജീവിയാണ് ആന. എനിക്ക് ജീവി എന്ന് പറയാൻ തോന്നണില്ല ഇപ്പോൾ. പീലാണ്ടീനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അവൻ ഇവിടെ നിന്ന് ഭയങ്കര പോസിങ് ആണ് കേട്ടോ. ആള് കൂടുന്നവരും അവൻ്റെ സ്റ്റൈലൊക്കെ മാറുന്നുണ്ട്. അവൻ കുത്തിക്കൊന്ന ആളുടെ ആദിവാസിയുടെ പേരാണ് അവന് പീലാണ്ടി എന്ന് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അവൻ കുത്തിക്കൊന്നതൊന്നുമല്ല, അയാളെന്തോ വെള്ളമടിച്ചോ മറ്റോ കിടക്കുമായിരുന്നെന്നോ അങ്ങനെ ഇവൻ ചവിട്ടിയെന്നാണ് പറയുന്നത്, ചവിട്ടിക്കൊന്നെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്കെന്തോ പീലാണ്ടി കുത്തിക്കൊന്നെന്ന് പറഞ്ഞിട്ട് അങ്ങടെ ദഹിക്കണില്ല. അവനോട് ഭയങ്കര ഒരു സ്നേഹം തോന്നിപ്പോയി. അപ്പോൾ അവൻ അവിടെ വീണ്ടും നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഈ പീലാണ്ടിയുടെ സ്നേഹത്തോടൊപ്പം സ്നേഹക്കാഴ്ചകളോടൊപ്പം ഇറ്റ്സ് മീ എൽസ സൈനിങ് ഓഫ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അഗെയിൻ ഇറ്റ്സ് മീ എൽസ. ടേക്ക് കെയർ, ബൈ.